ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവത് കൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം, കഴിഞ്ഞ ദിവസം രാമായണം ദശരഥ മഹാരാജാവ് നായാട്ട് കഴിഞ്ഞ് നദീതീരത്ത് വിവശയായി വന്ന് ഇരിക്കുന്നു രാത്രിയിൽ. അപ്പോൾ മുനികുമാരൻ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളായ താപസന്മാരുടെ മകനായ മുനികുമാരൻ വെള്ളമെടുക്കാൻ നദിയിൽ വന്ന് ദാഹം അത്രമാത്രം വാർദ്ധക്യം നിന്ന് അച്ഛനും അമ്മയ്ക്കും ദാഹം കൊണ്ട് വിശപ്പ് കൊണ്ടും സഹിക്കാതായപ്പോൾ സാഹസത്തോടുകൂടി, രാത്രി ഇരുട്ടത്തല്ലേ, അപ്പോൾ അത്ര സാഹസത്തോടു തന്നെ വെള്ളമെടുക്കാൻ കുടം കൊണ്ടുവന്ന് നദിയിൽ നിന്ന് കുംഭത്തിൽ തണ്ണീർ കോരി വെള്ളം എടുത്തപ്പോൾ സൗണ്ട് കേട്ട് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുവാണെന്ന് കരുതി രാജാവ് അവിടേക്ക് അമ്പയച്ചു. അത് മകൻ്റെ പുറത്താണ് കൊണ്ടത്. അപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടെന്നാണ് നമ്മളവിടെ വായിച്ച് നിർത്തിയത്. നമുക്ക് അവിടെ നിന്നിട്ട് വായിക്കാം. ഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷവും ആരോടുമേ ചെയ്തില്ല കേനവാഹന്ത ഹതോഹം വിധേ വൃഥ. കുട്ടി പറയുന്നു, മുനികുമാരൻ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല, ഞാനും കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരു പാപവും ചെയ്യാത്ത ഞാൻ എന്താ കൊല്ലപ്പെട്ടതാണ്? കുട്ടി ഇങ്ങനെ നിലവിളിക്കുന്നു. ഞാൻ കൊല്ലപ്പെട്ടു, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല. അങ്ങനെ ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല കേനവാഹന്ത ഹതോഹം വിധേ വൃഥ. പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ട് തണ്ണീർക്ക് ദാഹിക്കയാൽ. അതായത് അച്ഛനും അമ്മയും ദാഹിച്ചും വിശന്നും ഇരിക്കുന്നു, തണ്ണീർക്ക് വെള്ളത്തിന് ദാഹിച്ചിരിക്കുന്നു. ഇത്തരം മർത്യനാദം കേട്ടു. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞത് ആര് കേട്ടു? രാജാവ്. അപ്പോൾ ഇത് മർത്യനാദമാണല്ലോ, ആനയുടെ നാദമല്ല. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുത്തപ്പോൾ സൗണ്ട് ഭം ഭം എന്നൊരു സൗണ്ട് കേൾക്കും കുടത്തിൽ വെള്ളം കയറുമ്പോൾ. അത് ആനയുടെ തുമ്പിക്കൈ വെള്ളം എടുത്തപ്പോഴാണെന്ന് കരുതിയാണ് അമ്പയച്ചത്. അത് കൊണ്ടത് മർത്യനാദം കേട്ടപ്പോൾ മനസ്സിലായത് മനുഷ്യർക്കാണല്ലോ കൊണ്ടതെന്ന്. ഞാൻ കൊല്ലപ്പെട്ടു, മാതാപിതാക്കൾ ദാഹിച്ചും വലഞ്ഞും ക്ഷീണിച്ചിരിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അപ്പോൾ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. അത്രമാത്രം ഭയന്ന് ആ കുട്ടിയുടെ അടുക്കിലോട്ട് ചെന്ന്. ഇത് ആരാന്നറിയണ്ടേ? താപസ ബാലകൻ പാദങ്ങളിൽ വീണ് താവേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ. ദുഃഖത്തോടുകൂടി മുനികുമാരൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് ദുഃഖത്തോടുകൂടി പറയുന്നു, സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാം അപരാധീനം രക്ഷിക്ക വേണമേ. ഞാൻ ദശരഥ മഹാരാജാവാണ്, ദശരഥനായ രാജാവാണ്. മഹാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സ്വാമിൻ, ആ കുഞ്ഞിനെ വിളിക്കുന്നു. ദശരഥനായ രാജാവ് ഞാൻ, എൻ്റെ അപരാധീനം രക്ഷിക്ക വേണമേ, എന്നെ ഞാൻ ചെയ്ത അപരാധം പൊറുക്കണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമേതേ നദി പാപിയായ ഒരു ഞാനൊരു പാപിയാണ്, ആനയാണെന്ന് കരുതി ഞാൻ അയച്ചതാണ് അമ്പ്. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. എൻ്റെ പ്രാണൻ അത്രമാത്രം വിഷമം അദ്ദേഹത്തിനുണ്ട്, പ്രാണൻ പോകുന്ന വിഷമം അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെ ചെയ്തു പോയതിൻ്റെ. കുട്ടിയാണെങ്കിലോ അതിനേക്കാൾ. അപ്പോൾ പാദങ്ങൾ വീണു കേണിടും എന്നോട് ഖേദം കലർന്ന് ചൊന്നാൻ മുനി ബാലകൻ. ഇത്രയെല്ലാം പാദത്തിൽ വീണ് കരഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ ആ ബാലൻ രാജാവിനോട് പറയുന്നു, കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകയില്ലതേ. ബ്രാഹ്മണരാണെങ്കിലാണെന്ന് തോന്നുന്നു ബ്രഹ്മഹത്യാ പാപം. ഇത് കർമ്മമാണെന്ന് ആ കുട്ടി, മുനികുമാരനല്ലേ, അവർക്കറിയാം. എന്ത് വന്നാലും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് അവർക്കറിയാം, താപസന്മാർക്ക് അറിയാം. അതിൻ്റെ മകനല്ലേ.
അല്ലാതാണെങ്കിൽ അതിന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പറയും. ഇത് ആ കുട്ടിക്കറിയാം, ആർക്കും ഒരു ദ്രോഹം ചെയ്യത്തില്ല, ഈശ്വരൻ അറിയാതെ ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ കർമ്മഫലമാണെന്ന് കുട്ടിക്കറിയാം. അതുകൊണ്ട് പറയുന്നു, കർമ്മമത്രേ കർമ്മമത്രേ തടുക്കാവതെല്ലാർ, കർമ്മഫലം ആരാനും തടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ, അങ്ങനെ ഒരു പാപം ഉണ്ടാകത്തില്ലെന്ന് രാജാവിൻ്റെ കേണ് കരഞ്ഞതുകൊണ്ട് കുട്ടി പറഞ്ഞു. ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവത്തില്ല. എന്തെന്ന് വെച്ചാൽ വൈശ്യനത്രേ ഞാൻ വൈശ്യനാണ്, ബ്രാഹ്മണനല്ല. അതുകൊണ്ടായിരിക്കും ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത്. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക, നീ ഏതുമേ വൈകാതെ എത്രയും പെട്ടെന്ന് രാജാവിനോട് പറഞ്ഞു അച്ഛനെയും അമ്മയും പോയി ആശ്വസിപ്പിക്കുക. വാർദ്ധക്യം ഏറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. കണ്ണ് കാണാതെ അവരവിടെ നോക്കിയിരിക്കുക, എന്നെ വെള്ളം ഇപ്പം കൊണ്ട് വരുമെന്ന് ഓർത്തതുകൊണ്ട് അവിടെ പോയി അമ്മയ്ക്കും അച്ഛനും വെള്ളം കൊണ്ടിട്ട് അവിടെ ചെന്ന് ആശ്വാസം കൊടുക്കണം. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവാൻ, ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിട്ട് ദാഹം തീർക്കൂ, പിതാവിൻ്റെയും മാതാവിൻ്റെയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയുടെ അച്ചടക്കിലേക്ക് ചെല്ലു, ആശ്വാസം പകർന്നു കൊടുക്കൂ. വൃത്താന്തമെല്ലാം അവരോട് അറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞാൽ സത്യമായ കാര്യമാണ് പറയുന്നെങ്കിൽ നിന്നെ രക്ഷിക്കും, രാജാവിനെ പിതാവ് രക്ഷിക്കും. എന്നുടെ താതന് കോപമുണ്ടാകിലോ, നിന്നെയും ഭസ്മമാക്കിയിടും അറിയ നീ. പിതാവ് എന്ന് സംശയം ഉണ്ടായി, അല്ലാതെ അറിഞ്ഞൊക്കെ ചെയ്തതാണെന്ന് ഉള്ളിലുണ്ടായിട്ട് കള്ളം ചെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് അറിയാം, ജ്ഞാനദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് കോപം വന്നാൽ നിന്നെയും ഭസ്മമാക്കും എന്ന് കുട്ടി പറഞ്ഞു. പ്രാണങ്ങൾ പോകാന് പീഡയുണ്ട് ഏറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. ഈ ബാണം എഴുതി വെച്ചേക്കില്ലേ ദേഹത്ത്, അത് എത്രയും പെട്ടെന്ന് ഊരിക്കളഞ്ഞില്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രാണൻ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രാണൻ പോകാതെ അവിടെ ഇരുന്ന് കഷ്ടപ്പെടും, അതങ്ങ് ഊരിക്കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രാണനങ്ങ് പോകും. അല്ലെങ്കിൽ അതുവരെ അത്രമാത്രം ദുഃഖം അനുഭവിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാണം പറിച്ച് കളയൂ, വൈകരുത്, പെട്ടെന്ന് തന്നെ വേണം എന്നതു കേട്ടു. ശല്യോദ്ധരണം ചെയ്ത് ഊരിക്കളയുക. അപ്പോൾ അത് അത്രയും കുട്ടി പറഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്ത് അത് ഊരി മാറ്റി പറിച്ചു കളഞ്ഞു. പിന്നെ ജലം കലശവും കൈക്കൊണ്ട്, ആ കുടവും വെള്ളവും, കലശം കുടത്തിൻ്റെ വെള്ളം കൂടെ ചേർന്ന കലശം എന്ന് പറയുന്നത്, അത് കയ്യിലെടുത്ത് ദമ്പതിമാരിയ്ക്കുന്ന അവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരി. എത്രയും പെട്ടെന്ന് വെള്ളം കൊടുക്കാൻ, ആശ്വാസം കൊടുക്കാനല്ലേ കുട്ടി പറയുന്നത്. പ്രാണം പോകുന്ന വേദന ഉണ്ടെങ്കിലും മാതാപിതാക്കൾ അവിടെ ദാഹിച്ചിരിക്കുന്നുള്ള ചിന്തയാണ് കുഞ്ഞിനുള്ളത്. അത് നല്ല മകനല്ലേ. അതുകൊണ്ട് അപ്പോൾ സംഭ്രമത്തോട് ഇദ്ദേഹം ഭയന്നും വിഷമിച്ചും പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന സമയത്ത് വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വലുതായിട്ട് വൃദ്ധത, അത്രമാത്രം വയസ്സായ നേത്രങ്ങളോ വേർപെട്ട അർദ്ധരാത്രി എന്നുവെച്ചാൽ എങ്ങോട്ടേക്കൊക്കെ നോക്കുക, കുഞ്ഞ് വരുന്നില്ലല്ലോ, ദാഹം അങ്ങേയറ്റമുണ്ട്. അങ്ങനെ അർദ്ധരാത്രിക്ക് വിശന്ന് ദാഹിച്ചിട്ട് ഇങ്ങനെ വൃദ്ധതയോട് നേത്രങ്ങളും വേർപെട്ടാൽ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കുക, എന്താ മകൻ വരാത്തത്, ദാഹം കൊണ്ട് സഹിക്കവയ്യ. അങ്ങനെ അർദ്ധരാത്രിക്ക് വിശന്ന് ദാഹിച്ചഹോ, ഭർത്തിക്കും എങ്ങൾക്ക് തണ്ണീർക്ക് പോയൊരു പുത്രനും ഇന്ന് മറന്നു കളഞ്ഞിതോ. എന്താ ഇന്ന് താമസിക്കുന്ന ഈ കുട്ടി പോയിട്ട് മറന്നുപോയോ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടു തരാൻ? മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും, മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാൻ ഏറ്റവും മുന്നം. എല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. തന്നെ ഇത് പറയുക. ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് കേൾക്കുക. രാജാവ് അവിടേക്ക് ചെല്ലുന്നു, പേടിച്ച് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവരെ തന്നെ എന്താ കുമാരാ വരാത്തത്, നീ ഞങ്ങളെ മറന്നോ? കരഞ്ഞും വിളിച്ചും നോക്കി ഇരിക്കുക. കുട്ടി എന്താ വെക്കം വരാത്തത്, ദാഹിക്കുന്നല്ലോ. നീ മുന്നം നീ ഭക്തിമാനായിരുന്നു, ഏറ്റവും നീ ഭക്തിയുള്ളവനായിരുന്നു, പിതാവിനും മാതാവിനും ശ്രദ്ധയോട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൊണ്ട് കൊടുക്കുന്നവനായിരുന്നു. ഇപ്പോൾ നീ അതിസ്വസ്ഥനായി വന്നിതോ, നീ ഇപ്പോൾ എന്താ അത്രത്തോളം നീ മറന്നു, നിന്റെ സ്വഭാവമൊക്കെ മാറിപ്പോയോ, അതുകൊണ്ട് വന്നിതോ നീ കുമാരാ ബലാൽ. അങ്ങനെ പറയുന്നു. എന്താ നീ വരാത്തത്, നീ ഞങ്ങളെ മറക്കുവാണോ ചെയ്യുന്നത്, നീ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവു മൽപാദവിന്യാസജ ധ്വനി കേൾക്കായി. അപ്പോൾ പാദം നടക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ കുട്ടിയാണെന്നാണ് അവർ ധരിക്കുന്നത്. വന്നല്ലോ എന്ന്, ആശ്വാസമാണല്ലോ, കുട്ടി വെള്ളം കൊണ്ടുവരാനല്ലേ, അത്ര ദാഹമാണ്. പക്ഷേ ആരാ നടന്നു വരുന്നത്, അവർക്ക് അത്രയ്ക്ക് വലിയ കാഴ്ചയില്ലല്ലോ. രാജാവ് ചെല്ലുന്ന സൗണ്ടാണ് കേൾക്കുന്നത്.
മൽ പാത അത് മൽ അത് എൻ്റെ രാജാവാണല്ലോ ഇത് പറയുന്നത്. കൗസല്യാമ്മയടുത്ത് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഈ ശാപമാണ്, ഇവരോട് ചെയ്ത ശാപമാണ് എനിക്ക് പുത്രശോകം വന്നത്. കാരണം ലക്ഷ്മണനും ശ്രീരാമനൊക്കെ പിരിഞ്ഞ് മരിക്കാനുള്ള അവസ്ഥയിൽ കിടക്കുന്ന സമയത്തും മക്കളെല്ലാം അടുക്കലില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം പണ്ടുണ്ടായത് കൗസല്യാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ആ ശാപം മുനിശാപമാണ്, മഹർഷിയുടെ ശാപം. ഈശ്വരന് തുല്യമാണല്ലോ മഹർഷിമാർ. അത് ശപിച്ചാൽ അത് വെറുതെ അത് പിന്നെ വരാതിരിക്കുന്നതിൽ അനുഭവം വന്നിരിക്കും. അതാണ് മുനിമാരുടെ ശാപം എന്ന് കൗസല്യമ്മടുത്തതെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ഈ രാജാവ് ഈ കഥകൾ. അങ്ങനെ മൽപാദവിന്യാസജ ധ്വനി, രാജാവിൻ്റെ നടക്കുന്ന സൗണ്ട് കേട്ടു. ധ്വനി സൗണ്ട് അത് കേട്ട് കാൽ പെരുമാറ്റം മതിയൻ തഥാ കേട്ട് താല്പര്യമോട് പറഞ്ഞു ജനകനും. സൗണ്ട് കേൾക്കുന്നപ്പോൾ മകൻ വന്നെന്ന് പറഞ്ഞ് സന്തോഷത്തോട് താല്പര്യത്തോട് പറയുന്നു. വൈകുവാൻ എന്തു മൂലം മമ നന്ദന, എൻ്റെ മകനെ, എൻ്റെ നന്ദന മകനെ, നീ എന്താ താമസിച്ചത് കാരണം? വേഗേന തണ്ണീർ തരിക നീ സാദരം, എത്രയും പെട്ടെന്ന് വെള്ളം തരൂ മകനെ, എന്താ നീ താമസിച്ചതെന്ന് പിതാവ് ചോദിക്കുന്നു. ഇത്തം ആകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ച് എത്രയും ഭീതനായി. അപ്പോൾ ഈ രാജാവല്ലേ ചെന്നേക്കുന്നത്. രാജാവ് എന്ത് ചെയ്തു? ഇങ്ങനെ കേട്ട് ഇത്തം ആകർണ്യ ഇത് കേട്ടപ്പോൾ രാജാവ് രാജാവ് ദമ്പതിമാർ ഈ വാർത്തയ്ക്ക് ചെന്ന അമ്മയുടെ അച്ഛൻ്റെ പദം ഭക്തിയാ നമസ്കരിച്ച് എത്രയും ഭീതനായി, ഭയന്ന് എന്ത് പറയും? എന്താ പറയാനുള്ളത്? വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് സഹിക്കാം, മകൻ്റെ ആയുസ്സല്ലേ പോയേക്കുന്നത്. അങ്ങനെ ഭക്തിയാ ഭയന്ന് അവരുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം, കുട്ടി പറഞ്ഞതനുസരിച്ച് നടന്ന സംഭവം അവരോട് പറയുവാണ്. അങ്ങനെ വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ. ഞാൻ മകനല്ല, ഞാൻ അതായത് ദശരഥൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ പൃഥ്വീവരനാണ്, ഭൂമിയുടെ രാജാവ്. അതുകൊണ്ട് എൻ്റെ പേര് ദശരഥൻ എന്നാണ്. പുത്രനല്ല, ഞാൻ ഇന്നാരാണ് എന്ന് പറഞ്ഞു. രാത്രവും വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. ഞാൻ രാത്രിയിൽ വനാന്തേ വനത്തിൽ മൃഗത്തിനെ വേട്ടയാടിയിട്ട് വിവശനായിട്ട് ശാർദൂല മുഖ്യ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് പാർത്തിരുന്നു അവിടെ നദീതീരത്ത് പോയി നോക്കിയിരിക്കുമായിരുന്നു. എന്തിനാ? നദീതീരത്ത് നിന്നിരുന്ന മൃഗാശയ, മൃഗങ്ങൾ ഇനിയും വരുമല്ലോ എന്നുള്ള ആശയോടുകൂടി ആയിരിക്കും, അതായിരിക്കും തോന്നുന്നു. മൃഗാശയ ആശയാണല്ലോ, ആഗ്രഹം. അപ്പം മൃഗത്തിനെ കൊന്നത് അതിനായിട്ടല്ല പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇങ്ങനെ ദുഷ്ടമൃഗങ്ങളെ കൊല്ലണമായിരിക്കും. എനിക്കറിയത്തില്ല, കാരണം ജനങ്ങൾക്കൊക്കെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്കതിനെപ്പറ്റി പറയാൻ ഒന്നും അറിയില്ല, നമുക്കത് പറയണ്ട. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരൊക്കെ അന്നങ്ങനെ ചെയ്യുന്നതെന്ന് എന്താ അറിയില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കമ്പി വേലിയെ കെട്ടിയ മൃഗങ്ങളെയൊക്കെ, സിംഹത്തിനെയും പുലികളെയൊക്കെ അങ്ങനെ വേറെ പാർപ്പിക്കൊണ്ട് ഭയക്കണ്ട. എന്നിട്ടിപ്പോൾ എല്ലാം ഇറങ്ങി, എല്ലാം ഒന്നാം പാടമായി, മനുഷ്യർക്കും എല്ലാം ഒരുപോലെ ആയി, ആനയും എല്ലാം. അപ്പോൾ അന്ന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വേട്ടയാടിയതൊക്കെ കൊന്ന് നശിപ്പിക്കുകയായിരിക്കും രാജാക്കന്മാർക്ക്. അതും എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഇതെന്നൊക്കെ ആദ്യമൊക്കെ ഇതൊക്കെ വായിക്കുന്നത്, നമ്മൾ 2 വർഷത്തെ ഇതല്ലേ ആയുള്ളൂ. അങ്ങനെ ഞാൻ നദി തീർത്ത് കാത്തിരിക്കുകയായിരുന്നു. മൃഗാശയ കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെ അതും ബലാൽ പുത്രനെ കൊണ്ട് നേരത്ത് കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ഞാൻ സൗണ്ട് കേട്ട് നദീതീരത്ത് ഇങ്ങനെ മൃഗാശയ വിവശനായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുടത്തിൽ വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ടു. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുക്കുന്നതാണ്, അമ്പസ് വെള്ളം എടുക്കുന്നതാണെന്ന് കരുതി, ശബ്ദം അതാണെന്ന് കരുതി അമ്പയച്ചേൻ അറിയാതെ അത് ബലാൽ എന്ത് ചെയ്തു? പുത്രനാണത് കൊണ്ടത്. പുത്രന് കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ടപ്പോഴാണ് അറിയുന്നത് മനുഷ്യൻ്റെ സൗണ്ടാണെന്ന്. കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. അങ്ങനെ ഞാൻ കരച്ചിൽ കേട്ടപ്പോൾ ഭയന്നു പോയി, കാരണം ഇത് മനുഷ്യൻ്റെ നാദമാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ തത്ര അവിടേക്ക് ഞാൻ ഓടിയെത്തി ഭയന്ന്. ബാലനെ കണ്ട് നമസ്കരിച്ചേൻ, അത് മൂലം അവന് എന്നോട് ചൊല്ലിയിടിനേൻ. കുട്ടിയെ കണ്ട് ഞാൻ വീണ് നമസ്കരിച്ചു പാദത്തിൽ. എന്നിട്ട് അതുകൊണ്ട് കുട്ടി എന്നോട് പറഞ്ഞു, കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ.
അത്രയെല്ലാം അദ്ദേഹം ഭയന്നും കരഞ്ഞും കുട്ടിയുടെ പാദത്തിൽ വേണ്ടി നമസ്കരിച്ചപ്പോൾ പറയുന്നു, ഇത് കർമ്മമാണ് മമ വന്നിതതു, എൻ്റെ കർമ്മമാണ്, ബ്രഹ്മഹത്യാ പാപമൊന്നും ഉണ്ടാകത്തില്ലടോ എന്ന് രാജാവിനെ സമാധാനിപ്പിക്കുകയോ ചെയ്തത്. അങ്ങനെ പിന്നെ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ. കുട്ടി എന്നോട് അത്ര പറഞ്ഞു, കർമ്മമത്രേ മമ വന്നതിതു തവ, അത് എൻ്റെ കർമ്മഫലമാണ് ഇത്. തവ അങ്ങ് ബ്രഹ്മഹത്യാ പാപമൊന്നും അവിടേക്കുണ്ടാകത്തില്ല. തവ രാജാവിന് അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപമൊന്നും ഉണ്ടാകാൻ അത്രമാത്രം സങ്കടപ്പെട്ടവൻ കുട്ടിക്ക് അത്രമാത്രം വിഷമം. അതാ നല്ല മുനികുമാരന്മാരൊക്കെ അത്ര നല്ലവരാ, താപസന്മാർക്ക് അത്രമാത്രം എന്തൊരു മാഹാത്മ്യമാണ് എന്തുകൊണ്ടും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവത്തില്ലടോ. കണ്ണും പൊടിഞ്ഞ് വയസ്സും ഏറെ പൂക്ക് പർണശാല അന്തേ വിശന്ന് ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്ന് എന്നോട് ചൊല്ലിനാർ. ദാഹിച്ചും വലതിരിക്കുന്ന എൻ്റെ അമ്മയും അച്ഛനും പർണശാലയ്ക്കകത്ത് കണ്ണുകാഴ്ച കുറവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, എന്നെ നോക്കിയിരിക്കുവാണ്. എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് തന്നെ ദാഹജലം കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട് ഉഴറ്റോട് വന്നേൻ, ഇനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. അത് കേട്ടപ്പോൾ ഞാൻ ഭയന്നും പേടിച്ച് ഉഴറ്റോട് അത്രമാത്രം സങ്കടത്തോടു കൂടി ഇവിടേക്ക് വന്നു വെള്ളവും കൊണ്ട്. അതുകൊണ്ട് ജ്ഞാനികൾ അറിവുള്ള നിങ്ങളൊക്കെ ഇത് ക്ഷമിക്കണം. ശ്രീപാദ പങ്കജം എന്നിയേ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം. അങ്ങയുടെ ശ്രീപാദ പങ്കജം അല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല. പാപിയായൊരു അടിയന് മറ്റൊരാശ്രയ അവലംബനമില്ല, നിങ്ങൾ തന്നെയാണ് എൻ്റെ ആശ്രയം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ. നിങ്ങൾ ജന്തുക്കളോട് കൃപയുള്ളവരാണല്ലോ മഹർഷിമാര്. നിങ്ങൾ അങ്ങനെയുള്ള സന്തതം എപ്പോഴും അങ്ങനെയാണല്ലോ. ഇത്തം ആകർഞ്ഞ് കരഞ്ഞ് അവരെത്രയും ദുഃഖം കലർന്ന് ചൊല്ലിയിടിനാർ. ഇങ്ങനെ മാതാപിതാക്കന്മാർ കരഞ്ഞ് ദുഃഖത്തോടുകൂടി പറയുന്നു, പുത്രൻ എവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ, ഞങ്ങളെ കൊണ്ടുപോയിടണം. പുത്രൻ എവിടെയാ കിടക്കുന്നത്, ഞങ്ങളെ പെട്ടെന്ന് തന്നെ അവിടേക്ക് പുത്രനെ കാണിക്കണം, അവിടേക്ക് കൊണ്ടുപോകണം. ഞാൻ അത് കേട്ട് അവർ തമ്മെ എടുത്ത് അതിദീനതയോട് മകൻ്റെ ഉടൽ കാട്ടിനേൻ. മകൻ്റെ ഉടൽ ഇത്രയും പെട്ടെന്ന് തന്നെ അവരെ അച്ഛനെയും അമ്മയെ അദ്ദേഹം എടുത്തുകൊണ്ടുപോയി മകൻ്റെ ഉടൽ കാണിച്ചു കൊടുത്തു. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും തനയൻ മകൻ. അങ്ങനെ കഷ്ടമാഹന്ത കഷ്ടം കർമ്മം അവരും പറയുന്നു, ഇത് കർമ്മമാണ്, കർമ്മഫലമാണ് എന്നവർ പറഞ്ഞ് തൊട്ട് തലോടി തനയ മകൻ്റെ ശരീരത്തെ തൊട്ട് തലോടി. അയ്യോ കഷ്ടമാഹന്ത കഷ്ടം, ഒരു മകനില്ലേ, വളർത്തിയതല്ലേ, അത്രമാത്രം എത്ര മഹർഷി എന്ന് പറയാനും പ്രസവിച്ച് വളർത്തുന്ന അച്ഛനമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റൂ. അങ്ങനെ പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോട് അവരെന്നോട് ചൊല്ലിനാർ. അങ്ങനെ പലതും പറഞ്ഞ് വിഷമിച്ചും കരഞ്ഞും കഷ്ടം എന്നെല്ലാം പറഞ്ഞിട്ട് വിഷമത്തോടുകൂടി രാജാവിനോട് പറയുന്നു, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയും ഏറ്റവും ജ്വലിപ്പിച്ച് വൈകിടാതെ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല തീ ജ്വലിപ്പിച്ച് ഒരു ചിത ചമയ്ക്കണം. തത്ര ഞാനും ചിത കൂട്ടിനി. അന്നേരം രാജാവ് അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ വലിയൊരു ചിത കൂട്ടി. അപ്പോൾ തത്ര ഞാനും ചിത കൂട്ടിനേൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവர்களுം പുത്രൻ്റെ കൂടെ തന്നെ അച്ഛനും അമ്മയും കൂടെ ആ ചിതയിൽ കയറി. ദഗ്ധദേഹന്മാരുമായി ചെന്ന് മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാൻ. അപ്പോൾ ഈ ശരീരം ദഹിച്ചങ്ങ് പോയല്ലോ. അങ്ങനെ അവർ മൂവരും കൂടി വൃത്രാരി ദേവലോകത്തേക്ക് ഗമിച്ചു, അവിടേക്ക് പോയി വാണിടിനാർ. അങ്ങനെ അവർ മൂവരും കൂടെ ഒന്നിച്ചെന്നങ്ങ് പോയി. അതും കർമ്മഫലം, മൂവർക്കും ഒന്നിച്ച് പോകാനുള്ള ഫലം. അങ്ങനെ വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്ന ചൊല്ലിന. അങ്ങനെ ആ മരിക്കാൻ അവർ ചിതയിൽ കയറുന്ന സമയത്താണ് മരണസമയം. ആ സമയത്ത് രാജാവിനോട് പറഞ്ഞ വാക്കാണ് ശാപമായി വന്നത്. എന്താ പറഞ്ഞത്? വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ. രാജാവ് വേറൊന്നും പറഞ്ഞില്ല, ഈ ഒരു ശാപം. പുത്രനെ ചൊല്ലിയുള്ള ദുഃഖത്തോട് തന്നെ രാജാവിന് മരണം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ശ്രീരാമാന്നും ലക്ഷ്മണാന്നെല്ലാം പറഞ്ഞല്ലേ
പിന്നെ ഭരതനും ശത്രുഘ്നും ഒന്നും അടുക്കയില്ല. ആ ഒരു ശാപം വല്ലാത്തൊരു ശാപമാണ്. ഒരു മകൻ പോലും അടുക്കലില്ലാതെ പോയി. വനത്തിലേക്ക് രാമൻ പോയതിന് ശേഷം 4 മക്കളും കൂടില്ല. ചുമച്ചിട്ട് എനിക്ക് കൗസല്യാമ്മയടുത്ത് ഈ കഥകളെല്ലാം പണ്ട് ഏതോ മൃഗവേട്ടയ്ക്ക് പോയ സമയത്ത് നടന്ന സംഭവമാണ്. പക്ഷെ അനുഭവം ഈ വനത്തിലേക്ക് ശ്രീരാമൻ പോയപ്പോഴാണ് അനുഭവം വന്നത്. അപ്പോൾ പുത്രശോകത്താൽ മരിക്കുന്നു, എനിക്ക് ശാപം കിട്ടുന്ന കൗസല്യമ്മയടുത്ത് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു ചൊല്ലിനാൽ, ശാപകാലം നമുക്ക് ആഗതമായതു താപസവാക്യം അസത്യമായും വരാ. താപസന്മാരുടെ വാക്കുകൾ അസത്യമാവുകയില്ല, അത് ഫലിക്കും. മുനികളല്ലേ, അതുകൊണ്ട് എനിക്ക് ആ ശാപകാലം അത് ആഗതമായി. ഇവിടെ എൻ്റെ സമയം ഇപ്പോൾ അടുത്തു, അന്നത്തെ ശാപം ഇപ്പോൾ അനുഭവത്തിൽ വരാൻ പോകുന്നു എന്ന് കൗസല്യമ്മയടുത്ത് പറഞ്ഞു. മന്നവനേവം പറഞ്ഞു വിലാപിച്ച് പിന്നെയും കേണു തുടങ്ങിനാൻ. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞു തുടങ്ങുവാണ് ഈ രാജാവ്. അങ്ങനെ കരയുവാണ് രാജാവ്. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഗുണാംബുധേ, നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയി സംഭവം. രാജീവ നേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്ക് സുരാലയം. അങ്ങനെ അദ്ദേഹം ദേവലോകത്തേക്ക് സുരലോകത്തേക്ക് തന്നെ പോയി. സാധുക്കളായ ഭക്തന്മാരുടെ നിന്നും ഒരു മനപ്രയാസങ്ങളും ഏറ്റുവാങ്ങിക്കൂടാ. ഇതുപോലെ എല്ലാവർക്കും അനുഭവമായി പോകും. നമുക്കിനി ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഭയങ്കര ചുമ.